ദി ന്യൂക്ലിയസ് കെമിസ്ട്രി മലയാളം ചാനലിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാം ഭാഗം, അതായത് പാർട്ട് 2 വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി നേരെ ചാപ്റ്ററിന്റെ ബാക്കി പോർഷനിലോട്ട് പോകാം. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഗാഢതയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു നിശ്ചിത അളവ് ലായനിയിൽ എത്ര അളവ് ലീനം അടങ്ങിയിരിക്കുന്നു എന്നത് വെച്ച് നമുക്ക് ഗാഢതയെ നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് 15% ഉപ്പുവെള്ളം ഉണ്ടാക്കി തരുമോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 15 ഗ്രാം സോഡിയം ക്ലോറൈഡ് 100 ഗ്രാം ലായനിയിൽ എടുക്കുക. ഓക്കെ, ഞാൻ 100 ഗ്രാം വെള്ളം എന്നല്ല പറഞ്ഞത്, ലായനി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ 10% ഉപ്പുവെള്ളം മതി എന്ന് അയാൾ പറയുകയാണെങ്കിൽ നേരത്തെ എടുത്ത 15 ഗ്രാമിന് പകരം എന്താ എടുക്കണ്ടേ? 10 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഇൻ 100 ഗ്രാം സൊല്യൂഷൻ. ഇത് ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇനി വേറൊരു തരത്തിലും ചോദിക്കാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു മോളാർ ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഇതറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ നമ്മൾ മൊളാരിറ്റി അല്ലെ, മൊളാരിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ M വെച്ചിട്ട്. അപ്പോൾ ഒരു മോൾ ലീനം 1 ലിറ്റർ ലായനിയിൽ ലയിച്ചിരുന്നാൽ പ്രസ്തുത ലായനിയെ നമ്മൾ ഒരു മോളാർ ലായനി എന്ന് വിളിക്കും. അപ്പൊ നിങ്ങളോട് ഒരാൾ പറയാണ്, ഒരു മോളാർ സോഡിയം ക്ലോറൈഡ് ലായനി ഉണ്ടാക്കി തരാമോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ സോഡിയം ക്ലോറൈഡിന്റെ മോളാർ മാസ് ആദ്യം കണ്ടുപിടിക്കുക. സോഡിയത്തിന്റെ എത്രയാ വരുന്നത്? 23 അല്ലേ? അതുപോലെ ക്ലോറിന്റെ എത്രയാ വരുന്നത്? 35.5. ഇപ്പൊ 23 35.5 എന്ന് പറയുന്നത് 58.5 ആണ്. ഇനി 58.5 ഗ്രാം NaCl 1 ലിറ്റർ ലായനി, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1000 ml എന്ന് എഴുതാം. 1000 ml തന്നെയാണ് എന്തെന്ന്? 1 ലിറ്റർ. അപ്പൊ 1 ലിറ്റർ ലായനിയിൽ നമ്മൾ ലയിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 മോളാർ NaCl സൊല്യൂഷൻ കിട്ടും. ഏത് ലവണത്തിന്റെ വേണമെങ്കിലും ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഇപ്പൊ 1 മോളാർ ലായനി നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ 2 മോളാർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിലോ? അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി അറിയാം, നമ്മൾ വീണ്ടും ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. 1 മോളാർ ഈസ് കറസ്പോണ്ടിങ് ടു 58.5 ഗ്രാം സോഡിയം ക്ലോറൈഡ്. അങ്ങനെയാണെങ്കിൽ 2 മോളാർ ലായനി ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണ്ടി വരും? എക്സ് ഗ്രാം. നമ്മൾ മാത്സിലൊക്കെ അറിയാത്തതിന് എക്സ് എന്നുള്ള വാല്യൂയിൽ ഇട്ട് കൊടുക്കാറ്. എക്സ് ഗ്രാം NaCl വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എക്സ് ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 58.5 ഗുണിക്കണം ഇവിടെ എന്താ ഉള്ളത്? 2. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 58.5 ഇൻറ്റു 2 എത്രയാ? 107 ഗ്രാം. അതായത് 2 മോളാർ സോഡിയം ക്ലോറൈഡ് ലായനി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 107 ഗ്രാം സോഡിയം ക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്യണം. ഇനി അതുപോലെ 1.5 മോളാർ അപ്പക്കാര ലായനി ആണെങ്കിലോ? എവിടെ എഴുതാം? നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പക്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ അറിഞ്ഞിരിക്കണം എന്താണ് അപ്പക്കാരത്തിന്റെ രാസസൂത്രം? NaHCO3 ആണ്. അപ്പൊ ഇതിന്റെ മോളാർ മാസ് എത്രയായിരിക്കും? സോഡിയത്തിന്റെ 23, ഹൈഡ്രജന്റെ 1, കാർബണിന്റെ എത്രയാ? 12, ഓക്സിജൻ എത്ര വരുന്നത്? 16 × 3 അതായത് 48. അപ്പൊ ടോട്ടല് എത്ര ഗ്രാം ആണ് വരുന്നത്? 84 ഗ്രാം ആണ് വരുന്നത്. അപ്പോ 84 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് ആണ് 1 മോളാർ സോഡിയം ബൈകാർബണേറ്റിന് തുല്യം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 മോളാർ സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ 84 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി 0.5 മോളാർ ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണ്ടി വരും? എക്സ് ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് വേണ്ടി വരും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എക്സ് ഇൻറ്റു 1 എത്ര? എക്സ് തന്നെ ഈക്വൽ ടു 84 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 1/2 എന്ന് എഴുതി കൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 42 ഗ്രാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1 മോളാറിന്റെ അല്ല, അരമോളാറിന്റെ അല്ല, പിന്നെ 1.5 മോളാറിൻ്റെതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ അല്ലേ? അതായത് 84 ആണ് 1 മോളാറിൻ്റെത്, അരമോളാറിൻ്റെത് 42. അപ്പൊ 1.5 മോളാർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടും കൂട്ടി കിട്ടുന്ന സംഗതി എത്രയാ? 126. അപ്പൊ 126 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് ആണ് നമ്മൾ എന്തിൽ ആഡ് ചെയ്യേണ്ടത്? 1 ലിറ്റർ വാട്ടറിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.5 മോളാർ അപ്പക്കാര ലായനി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. വിവിധതരം ലായനികളെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, അതായത് മിക്സ്ചേഴ്സ് ആണ്. ഓക്കെ, മിശ്രിതങ്ങൾ 2 ടൈപ്പ് ആവാം. ഏകാത്മക മിശ്രിതങ്ങൾ,
അതുപോലെ ഭിന്നാത്മക മിശ്രിതങ്ങൾ, ഹോമോജീനസും ഹെട്രോജീനസും. ഓക്കെ, ഏകാത്മക മിശ്രിതത്തിന് എക്സാമ്പിൾ ആണ് പഞ്ചസാര ലായനി. ഭിന്നാത്മക മിശ്രിതത്തിന് എക്സാമ്പിൾ ആണ് ചെളിവെള്ളം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി പേജ് നമ്പർ 67 പഠന പ്രവർത്തനം കൊടുത്തിട്ടുള്ളത്. അവരെന്താ പറഞ്ഞിട്ടുള്ളത്? 3 ബീക്കർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ബീക്കർ എ, ബീക്കർ ബി, ബീക്കർ സി. അതിൽ ബീക്കർ എയില് ട്രൂ സൊല്യൂഷൻ അഥവാ യഥാർത്ഥ ലായനിയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ ക്ലീൻ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും ഇങ്ങനെ നമ്മൾ പച്ചവെള്ളം എടുത്ത പോലെ തോന്നും. പക്ഷെ ഇതെന്താണ് ആക്ച്വലി സോഡിയം ക്ലോറൈഡും വാട്ടറും മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഉപ്പ് ലായനിയാണ് ബീക്കർ എയിൽ ഉള്ളത്. ഇനി ബീക്കർ ബിയില് പാലാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തൽക്കാലം ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഞാനിത് മാറ്റി മാർക്ക് ചെയ്യാം. ഇത് ബി, അതുപോലെ ഇതെന്താണ്? ഇത് സി. ഓക്കെ അല്ലേ? ഇപ്പൊ ബീക്കർ ബിയില് പാലാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബീക്കർ സിയിലാണെങ്കിലോ അവര് ചോക്ക് പൊടി. അപ്പൊ ഇവിടെ അതിന് പകരം ചളിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ബീക്കർ സി എന്ന് പറയുന്നത്. ബീക്കർ സിയില് സസ്പെൻഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ഒന്നും ആവുന്നില്ല, ഇങ്ങനെ അടിഞ്ഞുകൂടും. ഇപ്പൊ ചളിവെള്ളമാണെങ്കിലും ചളി അടിഞ്ഞുകൂടും. അതുപോലെ ചോക്ക് വെള്ളമാണ് എടുത്തെങ്കിലും ചോക്ക് അടിഞ്ഞുകൂടും ഏറ്റവും ബോട്ടമില് അല്ലേ? ഇനി അവര് കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനക്കാതെ വെക്കുക 3 ബീക്കറുകളും. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ബീക്കർ എയില് പദാർത്ഥം അടിയുന്നുണ്ടോ? ഇല്ല. ബീക്കർ ബിയിൽ പദാർത്ഥം അടിയുന്നുണ്ടോ? ഇല്ല. ഇവിടെയും എല്ലാം കംപ്ലീറ്റ്ലി നമുക്കൊരു എന്താണ്, ഇപ്പൊ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പാലൊക്കെ എടുക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെയാണ് ത്രൂ ഔട്ട്, ഒന്നും അടിയുന്നൊന്നുമില്ല. ഇനി ബീക്കർ സിയിലാണെങ്കിൽ പദാർത്ഥം നമുക്കറിയാം മുകളിൽ കുറച്ചുകൂടെ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. പക്ഷെ താഴെ എത്തുമ്പോഴോ ഫുള്ള് ഇവിടെ സോളിഡ് ഖരപദാർത്ഥം അടിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ പദാർത്ഥം അടിയുന്നു. അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, പ്രകാശ ബീം കടത്തിവിടുന്നു. അതാ ഒരു ഫ്ലാഷ് ലൈറ്റ് എടുക്കുക. എന്നിട്ട് ഈ 3 ലായനികളിലൂടെയും പിന്നെ പ്രകാശ ബീം കടത്തിവിടുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒന്നാമത്തെ ലായനിയിൽ നമുക്ക് പ്രകാശപാത കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പ്രകാശപാത ദൃശ്യമല്ല. ഇനി കൊളോയിഡ് എടുത്തു, അതായത് ബീക്കർ ബി. അതില് പക്ഷെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ പ്രകാശപാത. അതുപോലെ മൂന്നാമത്തെ സൊല്യൂഷൻ എടുത്തു, സസ്പെൻഷൻ. അതിലും പ്രകാശപാത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ നിരീക്ഷണങ്ങൾ എങ്ങനെ എഴുതാം? ബീക്കർ എയില് പ്രകാശപാത ദൃശ്യമല്ല, ബീക്കർ ബിയില് പ്രകാശപാത ദൃശ്യമാണ്, ബീക്കർ സിയിലും പ്രകാശപാത ദൃശ്യമാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലായനിയിൽ എന്താ ഒന്നും അടിഞ്ഞുകൂടിയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഈ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ബീക്കർ ബിയില് കൊളോയിഡ് ആണെങ്കിലും ഒന്നും അടിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്ക് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ച് വേർതിരിക്കാൻ പറ്റില്ല. ഇനി ബീക്കർ സിയിൽ നമുക്കറിയാം ഓൾറെഡി ലിക്വിഡും പിന്നെ സോളിഡും ഖരപദാർത്ഥവും വെവ്വേറെയാണ്. അപ്പൊ നമുക്ക് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഇവ രണ്ടും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ നിരീക്ഷണങ്ങൾ. ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ചില കൺക്ലൂഷൻസ്. അപ്പോ നിരീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന് കാരണം എന്താണ്? ഈ 3 തരം ലായനികളിലെ കണികകളുടെ വലിപ്പത്തിലുള്ള വ്യതിയാനമാണ്. ഓക്കെ, അപ്പൊ ബീക്കർ 1 ഒരു യഥാർത്ഥ ലായനിയാണ്, ബീക്കർ 2 ഒരു കൊളോയിഡ് ആണ്, എന്നാൽ ബീക്കർ 3 ഒരു സസ്പെൻഷൻ ആണ്. യഥാർത്ഥ ലായനിയിൽ ലീനകണങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. അവ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. തീരെ ചെറിയ കണങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രകാശപാത കാണുന്നത്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിക്കാനും സാധിക്കില്ല. ഇതൊക്കെ യഥാർത്ഥ ലായനിയുടെ സവിശേഷതകളാണ്. ഇനി കൊളോയിഡിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ഇനി കൊളോയിഡില് കുറച്ചുകൂടി വലിയ ലീനകണങ്ങളാണ്. അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു, അതിനാൽ പ്രകാശപാത ദൃശ്യമാണ്. എന്നാൽ കണികകളെ സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ച് വേർതിരിക്കാൻ സാധിക്കില്ല. ഇനി സസ്പെൻഷനിലാണെങ്കിലോ കണികകളുടെ വലിപ്പം കൂടുതലാണ്. അവ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നു. അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു, അതുകൊണ്ട് പ്രകാശപാത ദൃശ്യമാണ്. വേഗം അടിയുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് അതിനെ വേർതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒരു പോയിന്റും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. കൊളോയിഡുകളുടെ ലീന കണികകളുടെ വലിപ്പം യഥാർത്ഥ ലായനിക്കും സസ്പെൻഷനും ഇടയിലായിരിക്കും. സാധാരണയായി അവരുടെ കണികാ വലിപ്പം എന്ന് പറയുന്നത് 1/100 നാനോമീറ്റർ ആയിരിക്കും. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹. നാം നിത്യേന കാണുന്ന കഞ്ഞിവെള്ളം ഒരു കൊളോയിഡ് ആണ്. ഇനി പറയാനുള്ളത് കൊളോയിഡുകളുടെ പ്രധാന ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു ചിത്രം കണ്ടോ?
ഓട് കൊണ്ടോ ഓല കൊണ്ടോ മേഞ്ഞ കെട്ടിടങ്ങളിലെ വിടവുകളിലൂടെയും ജനാലയിലൂടെയും മറ്റും പ്രകാശരശ്മികൾ കടന്നു വരുമ്പോൾ അവയുടെ പാതയിൽ പൊടിപടലങ്ങൾ വ്യക്തമായി കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇത് സംഭവിക്കുന്നത് പൊടിപടലങ്ങൾ പ്രകാശത്തെ വിസരിപ്പിക്കുന്നത് കൊണ്ടാണ്. പൊടിപടലങ്ങളിലെ കണികാവലിപ്പം കൊളോയിഡുകളുടേതിന് തുല്യമാണ്. കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് എന്ത് എന്നറിയപ്പെടുന്നത്? ടിൻഡൽ പ്രഭാവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എഴുതാം, ടിൻഡൽ പ്രഭാവം. ഈ രണ്ട് ചിത്രങ്ങളും ടിൻഡൽ പ്രഭാവത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ, ഇതും ഇതും. ഇതെന്താണ്? കാടുകളിൽ നമുക്ക് ഇതുപോലെ സൂര്യപ്രകാശം ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ പൊടിപടലങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? ടിൻഡൽ പ്രഭാവത്തിന് എക്സാമ്പിൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രധാന ഗുണത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് ബ്രൗണിയൻ ചലനം. ബ്രൗണിയൻ ചലനം. ബ്രൗൺ കളറുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല കേട്ടോ. റോബർട്ട് ബ്രൗൺ എന്നുള്ളൊരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് വന്നത്. ഓക്കെ, വീഡിയോ പ്ലേ ആവുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. ബ്രൗണിയൻ ചലനം. ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് പൂമ്പൊടികൾ ഇങ്ങനെ വിതറി നോക്കുക, എന്നിട്ട് പാത്രം അനക്കാതെ എടുക്കുക. എന്ത് സംഭവിക്കുന്നെന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ എന്താണെന്നറിയോ? പൂമ്പൊടികൾ ക്രമരഹിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ചലിക്കുന്നതായിട്ട് കാണാം. ഇതിന് കാരണം എന്താണെന്നറിയോ? ഈ നമ്മൾ പാത്രത്തിൽ വെള്ളം എടുത്തു പറഞ്ഞില്ലേ, അപ്പൊ ആ വെള്ളത്തിലെ ജല തന്മാത്രകളുടെ ചലനമാണ് ഇതിന് കാരണം. അതിനനുസൃതമായി ജലത്തിന് മുകളിലുള്ള പൂമ്പൊടികളും ക്രമരഹിതമായിട്ട് ചലിക്കുന്നു. കൊളോയിഡുകളിലാണ് ഇത്തരം പ്രതിഭാസം നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്രൗണിയൻ ചലനം എന്ന് പറയുന്നത്. 69ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള പട്ടിക 3.14 നോക്കാം. പേജ് 69, പട്ടിക 3.14. എല്ലാ കൊളോയിഡുകൾക്കും രണ്ട് പ്രധാന ഘടകങ്ങളാണ് ഉണ്ടായിരിക്കുക. എന്തൊക്കെയാണ് അവ എന്നറിയോ? ഡിസ്പേർഷൻ ഫേസും ഡിസ്പേഴ്സ്ഡ് ഫേസും. ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസ്. കൊളോയിഡുകൾക്ക് ഇത് അനുസരിച്ച് 8 പ്രധാന ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഉപവിഭാഗങ്ങൾ മേൽപ്പറഞ്ഞ രണ്ട് ഘടകങ്ങളുടെ ഭൗതിക അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഭൗതിക അവസ്ഥ എന്ന് പറയുമ്പോൾ ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ് സ്റ്റേറ്റിലാണോ, ലിക്വിഡ് സ്റ്റേറ്റിലാണോ, ഗേഷ്യസ് സ്റ്റേറ്റിലാണോ, അതായത് ഖരാവസ്ഥയിലാണോ, ദ്രാവകാവസ്ഥയിലാണോ, വാതകാവസ്ഥയിലാണോ എന്നുള്ളതിന് അനുസരിച്ചിട്ടാണ് ഈ ഉപവിഭാഗങ്ങൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ചിത്രം നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. രത്നങ്ങളാണ്. ഓക്കെ, അപ്പൊ രത്നങ്ങള് ഏത് കാറ്റഗറിയുടെ കീഴിലാണ് വരുന്നത്? സോളിഡ് സോൾ, അതായത് ഡിസ്പേർഷൻ മീഡിയം ഖരം, ഡിസ്പേഴ്സ്ഡ് ഫേസും ഖരം. ഓക്കെ, ഇനി ഇങ്ങനെ സോൾ എന്നുള്ളതിന് വരുന്ന മറ്റ് വിഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ലിക്വിഡ് എയറോസോൾ, അതിൽ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വാതകം, ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ദ്രാവകം. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതെന്താ? കാർമേഘം. കാർമേഘവും മൂടൽ മഞ്ഞുമാണ് ലിക്വിഡ് എയറോസോളിന് എക്സാമ്പിൾ. ഇനി മൂന്നാമത്തത് എയറോസോൾ. എയറോസോളിന്റെ കേസിൽ ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് എയറോസോളിനെ പോലെ തന്നെയാണ്, വാതകമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരമാണ്. ഓക്കെ, മരുഭൂമിയിലൊക്കെ പൊടിക്കാറ്റൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ പൊടിക്കാറ്റ്, പുക എന്നിവയൊക്കെയാണ് എയറോസോളിന് എക്സാമ്പിൾ. നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്പേർഷൻ മീഡിയം ഖരവും ഡിസ്പേഴ്സ്ഡ് ഫേസ് ദ്രാവകവുമായിട്ട് വരികയാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെൽ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വെണ്ണ, വെണ്ണയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെന്താ? ജാം. ഓക്കെ, അപ്പൊ വെണ്ണയും ജാമും ആണ് ജെൽ കൊളോയിഡിന് എക്സാമ്പിൾ. അടുത്തത് എമൽഷൻ. എമൽഷന്റെ കേസ് എന്താണെന്നറിയോ? ഡിസ്പേർഷൻ മീഡിയം ദ്രാവകം തന്നെ, ഡിസ്പേഴ്സ്ഡ് ഫേസും ദ്രാവകം തന്നെ. അപ്പോൾ പാല്, പെയിന്റ് ഇതൊക്കെയാണ് എമൽഷന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് കേസിലും ഡിസ്പേഴ്സ്ഡ് ഫേസ് ദ്രാവകമാണ്. ജെല്ലിന്റെ കേസിൽ ഡിസ്പേർഷൻ മീഡിയം ഖരമാണ്, എമൽഷന്റെ കേസിൽ ഡിസ്പേർഷൻ മീഡിയം ദ്രാവകം തന്നെയാണ്. ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഫോം. ഓക്കെ, ഡിസ്പേർഷൻ മീഡിയം ദ്രാവകം, ഡിസ്പേഴ്സ്ഡ് ഫേസ് വാതകം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോപ്പ് പതയാണ്. ഇനി ഫോമിന്റെ മുന്നേ സോളിഡും കൂടി ചേർത്താൽ സോളിഡ് ഫോം ആയി. അപ്പൊ സോളിഡ് ഫോം എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്തായിരിക്കും? വാതകമായിരിക്കും. ഡിസ്പേർഷൻ മീഡിയം എന്തായിരിക്കും? സോളിഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ സോളിഡ് ഫോം എന്ന് പേര് വന്നത്. കണ്ടോ, സോളിഡ്. എപ്പൊ ഫോം എന്ന് കേട്ടാൽ നിങ്ങൾ ഓർമ്മിക്കുക, ഫോമുകൾ ഏതാണെങ്കിലും ഡിസ്പേഴ്സ്ഡ് ഫേസ് വാതകമായിരിക്കും. ഡിസ്പേർഷൻ മീഡിയം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുള്ളൂ. വെറും ഫോമിന് ഡിസ്പേർഷൻ മീഡിയം ദ്രാവകം. അപ്പൊ നമ്മൾ കൈയൊക്കെ കഴുകുമ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നത്, അപ്പം വെള്ളം ഒരു ദ്രാവകമല്ല, അങ്ങനെ ഓർമ്മിക്കാം. ഓക്കെ, ഇനി സോളിഡ് ഫോമിന് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്തായാലും
വാതകമാണ്. അപ്പൊ സോളിഡ് എന്നുള്ളത് കൊണ്ട് ഡിസ്പെർഷൻ മീഡിയം സോളിഡ് ആയിരിക്കും എന്ന് ഓർമ്മിക്കാം. നമ്മൾ റബ്ബർ മെറ്റൊക്കെ ഇല്ലേ, നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്ന റബ്ബർ മെറ്റയൊക്കെ സോളിഡ് ഫോമിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഇനി ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ട് വാതകങ്ങൾ പരസ്പരം പൂർണ്ണമായി കലരുന്നതിനാൽ ഒരിക്കലും കൊളോയിഡ് രൂപപ്പെടുകയില്ല. അതായത് ഡിസ്പേർഷൻ മീഡിയവും വാതകം, ഡിസ്പേഴ്സ്ഡ് ഫേസും വാതകം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ടോട്ടൽ നമുക്ക് 9 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ കാരണം എന്താ? രണ്ട് വാതകങ്ങൾ പരസ്പരം പൂർണ്ണമായിട്ട് കലരും. ഓക്കെ, അപ്പൊ ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു കോമ്പണന്റ് മറ്റേ കോമ്പണന്റുമായിട്ട് പൂർണ്ണമായിട്ട് കലരാൻ പാടില്ലല്ലോ. അതിങ്ങനെ ഡിസ്പേഴ്സ് ആയിട്ട് നിൽക്കണ്ടേ. പക്ഷെ വാതകങ്ങളുടെ കേസിൽ അവ രണ്ടും പൂർണ്ണമായിട്ട് കലരുന്നതുകൊണ്ട് കൊളോയിഡ് ഫോം ചെയ്യാൻ സാധ്യമല്ല. കൊളോയിഡുകൾ നിത്യജീവിതത്തിൽ. മനുഷ്യരക്തം ഒരു കൊളോയിഡാണ്, അതറിയാവോ? ഒരു കൊളോയിഡിനെ അവശക്തപ്പെടുത്താൻ അനുയോജ്യമായ ഒരു ലവണം ചേർത്താൽ മതിയാകും. ഉദാഹരണത്തിന് നമുക്കൊരു ചെറിയൊരു ഒഴിവ് ഉണ്ടാവുകയാണ്, അതിൽ നിന്ന് രക്തസ്രാവം വരികയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താവും യൂസ് ചെയ്യേണ്ടത്? വീര്യം കുറഞ്ഞ ഫെറിക് ക്ലോറൈഡ് ലായനി. ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് ലവണമല്ലേ. അപ്പൊ ഫെറിക് ക്ലോറൈഡ് ലായനി ഉപയോഗിച്ചാൽ അവശക്തപ്പെടുത്താന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് ദ്രാവകമാണ്, അപ്പൊ അതിന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, കട്ട പിടിപ്പിക്കാൻ സഹായിക്കുക ആണ് ഫെറിക് ക്ലോറൈഡ് ചെയ്യുന്നത്. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ പാല് പിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പാല് പിരിയുക എന്ന് പറയുമ്പോൾ അതിൽ സോളിഡ് ഫോർമേഷൻ നടക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഉപ്പ് ഒരു ലവണമാണ് അല്ലെ, പാലൊരു കൊളോയിഡാണ്. അപ്പോൾ പാലിനെ അവശക്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ലവണം ചേർക്കുന്നതാണ്. ഇനി അടുത്തത് ഡയാലിസിസ്. ഡയാലിസിസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് അല്ലെ. സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്ന ആശുപത്രികളുണ്ട്. കിഡ്നി പേഷ്യൻസ് പിന്നെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അളവിൽ കൂടുതലുള്ള ലവണത്തിന്റെ സാന്നിധ്യം ഒരു കൊളോയിഡിന്റെ സ്ഥിരതയെ ബാധിക്കും. കൊളോയിഡിന്റെ സ്ഥിരതയ്ക്കായി അധിക ലവണത്തെ നീക്കം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. രക്തത്തിന്റെ ശുദ്ധീകരണത്തിനും ഡയാലിസിസ് ഉപയോഗിക്കുന്നു. അതിനെയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. പൊതുവെ ഹീമോഗ്ലോബിൻ എന്നൊക്കെ കേട്ടിട്ടില്ല. ഹീമോ ഡയാലിസിസ്. രക്തത്തിന്റെ ശുദ്ധീകരണത്തിനും ഡയാലിസിസ് ഉപയോഗിക്കുന്നു. രക്തത്തിൽ ലവണത്തിന്റെ അളവ് കുറക്കാനാണിത്. ശരീരത്തിൽ വൃക്കകളാണ് സാധാരണയായി രക്തം ശുദ്ധീകരിക്കുന്നത്. എന്നാൽ വൃക്കകൾ തകരാറിലാവുമ്പോൾ രക്തത്തിലെ ലവണത്തിന്റെ അളവ് വളരെ കൂടുകയും രക്തം അശുദ്ധമാവുകയും ചെയ്യുന്നു. ഈ അവസരത്തിലാണ് ഡോക്ടർമാർ ഡയാലിസിസിന് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പെയിന്റ്. അപ്പോൾ പെയിന്റുകൾ നമ്മുടെ വീടിന്റെ ഭിത്തിയിലൊക്കെ പൂശാറുണ്ട്. എമൽഷൻ പെയിന്റുകൾ പരസ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പെയിന്റ് എന്താണ്? കൊളോയിഡ് ആണ്. അടുത്തത് ജലശുദ്ധീകരണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജലശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അശുദ്ധ ജലത്തിൽ കാണപ്പെടുന്ന അഴുക്ക് കൊളോയിഡൽ രൂപത്തിലുള്ള കണികകളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അനുയോജ്യമായിട്ടുള്ള ലവണങ്ങൾ ഉപയോഗിച്ച് കൊളോയിഡുകൾ അവക്ഷിപ്തപ്പെടുത്താം എന്നുള്ള തിയറി നമ്മൾ ഇവിടെ പ്രയോഗിക്കും. അപ്പൊ ചെളി കലർന്ന ജലം ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ഏത് ലവണമാണ് ഉപയോഗിക്കുന്നത്? പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ എക്സാമിൽ തെറ്റിക്കരുത്. ആലം. ഓക്കെ, ആലം എന്ന ലവണമാണ് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്തത് അന്തരീക്ഷ മലിനീകരണം തടയണം. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ചിത്രം, പക്ഷെ ഞാൻ ജസ്റ്റ് വായിക്കാം. വാട്ടർ പ്രസിപ്പിറ്റേറ്റർ. വിഷലിപ്തമായ പുകയും കാർബൺ തരികളും പൊടിപടലങ്ങളും വ്യാപിക്കുന്നത് തടയാൻ അവയെ അവക്ഷിപ്തപ്പെടുത്തിയാൽ മതിയാവും. വൈദ്യുത മണ്ഡലത്തിന്റെ സഹായത്തോടെ ഇത് വേഗം സാധ്യമാകും. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് വാട്ടർ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തുവിടുന്ന പുക ഇത്തരത്തിലാണ് വിഷമുക്തമാക്കാറ്. അപ്പം ഇത് 71ാമത്തെ പേജിൽ ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാട്ടർ പ്രസിപ്പിറ്റേറ്റർ മനസ്സിലാകാത്തവർ ഒന്ന് പേജ് എടുത്ത് നോക്കുക. പിന്നെ കൊളോയിഡൽ മരുന്നുകൾ കണ്ടോ, കൊളോയിഡൽ സിൽവർ എന്നൊക്കെ പറഞ്ഞൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൊളോയിഡൽ രൂപത്തിൽ നൽകുന്ന മരുന്നുകൾ വളരെ വേഗം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ ബാക്കി ഏത് ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ സോളിഡ് ഖര രൂപത്തിലോ കൊടുക്കുന്നതിനേക്കാളും ബെനിഫിഷ്യൽ ആണ് കൊളോയിഡൽ രൂപത്തിൽ. അത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാമോ? എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ രക്തമേ ഒരു കൊളോയിഡാണ്. അപ്പോൾ ആ രക്തത്തിൽ കലർന്നിട്ട് വേണ്ടി നമ്മുടെ ടാർഗറ്റ് സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊളോയിഡൽ രൂപത്തിൽ കൊടുത്താൽ അത് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടും. ഓക്കെ, ഇനി അഴിമുഖത്ത് തുരുത്ത് അഥവാ ഡെൽറ്റ ഉണ്ടാകുന്നതും എങ്ങനെയാണ്? ഈ കൊളോയിഡൽ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. നദീജലം ഒരു കൊളോയിഡൽ ലായനിയായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. നദീജലം സമുദ്രത്തിനടുത്ത് അഴിമുഖത്തെത്തുമ്പോൾ കടൽ ജലത്തിൽ ലയിച്ചിരിക്കുന്ന ധാരാളം ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ അവക്ഷിപ്തപ്പെടുകയും ഡെൽറ്റ ഉണ്ടാവുകയും ചെയ്യുന്നു. നദീമുഖത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഡെൽറ്റയിലെ മണ്ണ് വളരെയധികം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ തികച്ചും ഫലഭൂയിഷ്ടമാകും. നമ്മൾ ഡെൽറ്റ റീജിയൻ എന്നൊക്കെ പറഞ്ഞ് ജോഗ്രഫിയിൽ പഠിക്കാറുണ്ട് അല്ലെ. ആക്ച്വലി കഴിഞ്ഞ സ്ലൈഡോടുകൂടി ഈ പാഠത്തിന്റെ സിലബസ് പ്രകാരമുള്ള പോർഷനൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രാ സ്ലൈഡ് ഞാൻ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് ആഡ് ചെയ്തതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് വളരെ സോഷ്യലി റെലവെന്റ് ആയ ഒരു ഇഷ്യൂ ആണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ വേണ്ടി തോന്നിയില്ല. അപ്പോൾ ഈ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പൊ നമുക്കറിയാം, സയൻസ് എന്നുള്ളൊരു പഠനശാഖ നമ്മുടെ ജീവിതത്തെ പല തരത്തിലും മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇതേ സയൻസിനെ മിസ്യൂസ് ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ തകർക്കാൻ ചിലർക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വേർഷനാണ് ആസിഡ് അറ്റാക്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2025 കണക്കുകൾ കാണാം. അതിന് പ്രകാരം ഏറ്റവും അധികം ആസിഡ് അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബംഗാളിലാണ്.
പിന്നെ 2ാം സ്ഥാനമാണ് ഉത്തർപ്രദേശിനുള്ളത്. 25 കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ താരതമ്യേന കുറവാണ്, 1 കേസേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ആസിഡ് അറ്റാക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ഇടയാക്കിയ 2 സിനിമകളുടെ പോസ്റ്ററുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ബോളിവുഡ് ചിത്രമായ ചപ്പാക്ക്. ചപ്പാക്ക് എന്ന ഹിന്ദി വേർഡിന്റെ അർത്ഥം സ്പ്ലാഷ് എന്നാണ്. ആസിഡ് സ്പ്ലാഷ് ചെയ്യില്ലേ ചെയ്യുക, ഒരാൾ ദൂരത്തുനിന്ന് ഇങ്ങനെ കുപ്പിയിലോ മറ്റോ കൊണ്ടുവന്നിട്ട് വിക്ടിമിന്റെ മുഖത്തോട്ട് ഒഴിക്കും. ദീപിക പദുക്കോണാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്. ഇത് ആക്ച്വലി ഒരു ബയോപിക് പോലെയാണ്. ലക്ഷ്മി അഗർവാൾ എന്ന പേരുള്ള ഇന്നും ജീവിക്കുന്ന ഒരു വനിതയുടെ ലൈഫാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ ആസിഡ് അറ്റാക്ക് പ്രമേയമായിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു. ആസിഫ് അലിയും പാർവതി തിരുവോത്തും അഭിനയിച്ചിട്ടുള്ള ഉയരെ എന്ന മൂവി. അപ്പൊ അത് ഡയറക്റ്റ് ബയോപിക് ഒന്നുമല്ല. അതിന് ഇച്ഛാശക്തി കൊണ്ട് ആസിഡ് അറ്റാക്കിനെ സർവൈവ് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് പാർവതി തിരുവോത്ത് അഭിനയിച്ചിട്ടുള്ളതും ഒരുപാട് നിരൂപക പ്രശംസ നേടിയ ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആസിഡ് അറ്റാക്ക് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം എന്താണ്. ആസിഡ് ഭയങ്കര കൊറോസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ദേഹത്ത് വീണാല് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ടോർച്ചർ എന്ന് തന്നെ പറയാം. ഓക്കെ, ബേൺസ്, ആസിഡ് ബേൺസ് ആണ്. അപ്പോ എത്ര നാളുകൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നാലും, എത്ര സർജറീസ് ചെയ്യേണ്ടി വന്നാലും, എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്പ് പിന്നെ മെഡിസിൻസ് നമ്മൾ പരീക്ഷിച്ചാലും നമുക്ക് യാതൊരു ഉറപ്പുമില്ല നമ്മുടെ ഒറിജിനൽ സ്കിൻ ടെക്സ്ചർ തിരിച്ചു കിട്ടുന്നു. അതൊരു ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് ആ ഒരു സൈഡ് നോക്കുമ്പോൾ. അതിനേക്കാളും 100 ഇരട്ടി കഷ്ടമാണ് ആസിഡ് അറ്റാക്ക് വിക്ടിംസിന്റെ മെന്റൽ ട്രോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമ എന്ന് പറയുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ നമ്മുടെ ടീനേജിലൊക്കെ ഒരു ചെറിയ മുഖക്കുരു വന്നാൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും അല്ലെ. ഇപ്പൊ മറ്റുള്ള ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, അവർ നമ്മുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയി പോകും. അപ്പോ നമുക്കതറിയാം ആക്ച്വലി കുരു കുറച്ച് ദിവസം കഴിഞ്ഞ് അത് പോകും, അത് എന്നേക്കും മുഖത്ത് നിലനിൽക്കുന്നൊന്നും അല്ല. എന്നിട്ട് തന്നെ നമുക്ക് ഭയങ്കര വേവലാതിയായിരിക്കും. അപ്പോൾ ഈ ആസിഡ് അറ്റാക്ക് വിക്ടിംസിന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. കാരണം അവിടെ ഒരു റിവേഴ്സിബിലിറ്റിയുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അവര് ജീവിതകാലം മുഴുവൻ ഈ ഒരു വികൃതമായ മുഖത്തോടുകൂടി ജീവിക്കാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ്. കാരണം എല്ലാവർക്കും പ്ലാസ്റ്റിക് സർജറിക്കൊന്നും പൈസ ഉണ്ടാവണമെന്നില്ല. പല വിക്ടിംസും ഭയങ്കര പാവപ്പെട്ടവരായിരിക്കും. അപ്പൊ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവർക്ക് വേറൊരു വഴിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരു മുഖത്തോടുകൂടി ശിഷ്ടകാലം ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ മുഖക്കുരു പോലും നമ്മുടെ കോൺഫിഡൻസിനെ അത്രയും എഫക്ട് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ആസിഡ് അറ്റാക്ക് വിക്ടിംസ് ആസിഡ് അറ്റാക്കാൽ വികൃതമാക്കപ്പെട്ട അവരുടെ മുഖവും കാണിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ നേരിടുന്ന ഒരു കോൺഫിഡൻസ് എന്നുള്ള ഒരു കാര്യം അപ്പാടെ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കും അല്ലെ. അപ്പൊ അത് ഭയങ്കര ഹൃദയവേദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ലോകത്തിൽ ആരും ആസിഡ് അറ്റാക്ക് വിക്ടിംസ് ആവാതിരിക്കട്ടെ. പെൺകുട്ടികൾ പ്രണയാഭ്യർത്ഥന നിരസിച്ചാല് പല ആൺകുട്ടികളും പ്രതികാരം തീർക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ആസിഡ് അറ്റാക്കിനെ കാണുന്നത്. വേറൊരാളും ഇനി ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കരുത്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവമാണ് ഇങ്ങനൊരു റിവെഞ്ച് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ സ്വയം സന്നദ്ധരാവുകയാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യല്ല വേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ആസിഡ് അറ്റാക്ക് വിക്ടിം സർവൈവേഴ്സിന്റെ സംഘടനകളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഹോട്ടലിലൊക്കെ ഈ സംഘടനകൾ ആസിഡ് അറ്റാക്ക് വിക്ടിംസിന് പിന്നെ ജോലി ശരിയാക്കി കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, അവർക്കൊരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്. കാരണം പലർക്കും ഇനി ഒരു ഫാമിലി സാധ്യമല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അവർക്കും ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ചെലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയുള്ള ജോലികളെ സഹായിക്കും. മാത്രമല്ല അവരുടെ വിവരങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് നമ്മുടെ സർക്കാരും ആസിഡ് വിൽക്കുന്നതും വാങ്ങുന്നതും അടക്കമുള്ള നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈസൻസ് ഉള്ളവർക്കൊക്കെ അത് വിൽക്കാനൊക്കെ പാടുള്ളൂ. പിന്നെ എല്ലാവർക്കും അത് വാങ്ങാനും പറ്റില്ല. പക്ഷെ എന്നാലും കുറ്റവാളികൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കരിഞ്ചന്തയിൽ ഇത് വാങ്ങിയിട്ടാണ് പിന്നെ ആക്രമിക്കുന്നത്. സോ എനിവേ, ആസിഡ് ബേസസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതുകൊണ്ട് ആസിഡ് അറ്റാക്കിനെ കുറിച്ചുകൂടി പറയണമെന്ന് തോന്നി. അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, അഥവാ അബദ്ധത്തിൽ നമ്മുടെ ദേഹത്ത് ആസിഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ബേസ് എടുത്ത് ഇനി ഒഴിച്ചേക്കാം. കാരണം ആസിഡ് ബേസും റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡിന്റെ ഗുണം അങ്ങ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമല്ലേ. പക്ഷെ അത് നമ്മൾ തിയററ്റിക്കലി പറയും, പക്ഷെ നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. അത് കൂടുതൽ അപകടകരമാവുകയാണ് ചെയ്യുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസിഡോ അല്ലെങ്കിൽ ഒരു കൊറോസീവ് ആയിട്ടുള്ള ബേസോ എന്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ വീണാലും അപ്പൊ ഒരു 10-20 മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടർ എന്ന് പറയും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്ന വെള്ളത്തിന് കീഴെ നമ്മുടെ ആ സ്കിന്നിന്റെ പോർഷൻ കാണിക്കുക. കണ്ണിലേക്കാണ് വീഴുന്നെങ്കിൽ കണ്ണ് തുറന്ന് പിടിച്ച്, കണ്ണ് അടക്കാനേ പാടില്ല, കണ്ണ് തുറന്ന് പിടിച്ച് പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കണ്ണിലേക്ക് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് പ്രാവശ്യം കഴുകുക. ഒരു 20 മിനിറ്റ് വരെ കഴുകാനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ പറയാം. എന്നിട്ട് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് എവിടെ പോകണം? ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അവിടുന്ന് ബെറ്റർ ആയിട്ടുള്ള ലൈനുകളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് അവര് കണ്ണൊക്കെ കഴുകും, അവര് എക്സാമിൻ ചെയ്യും ഒക്കെ. അപ്പൊ ലബോറട്ടറികളിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ടൈംലി നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ കൂടുതൽ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡോട് കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട്. ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയൊരു പാഠവുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. അതുവരേക്കും ബൈ.